കഥ മരുമകൾ. രചന ഗംഗാശലഭം. ഇത് കൊണ്ടാ ഞാൻ നിന്നെയൊന്നും എൻ്റെ അടുക്കളയിൽ കയറ്റാത്തത്. മിഴിച്ചു നിൽക്കാതെ അങ്ങോട്ടെടുത്ത് കളയാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് അറിയാമോ അത്? അമ്മയുടെ ഒച്ച പിന്നെയും ഉയർന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പായസത്തിൽ കിടന്ന കരണ്ടി എടുത്തു. നീന്തി തുടങ്ങിയ പല്ലിയെ എങ്ങനെയൊക്കെയോ കോരിയെടുത്തു. കരണ്ടി കൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും ആ പല്ലി തറയിലോട്ട് ചാടി ഓടിക്കളഞ്ഞു. എന്ത് നല്ല പായസമായിരുന്നു! അച്ഛന് നല്ല ഇഷ്ടപ്പെട്ടതാ. ഉച്ചയ്ക്ക് കൂടുതൽ കുടിച്ചോളാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇനി വേറെ ഉണ്ടാക്കാനൊന്നും പോണില്ല. ഇത് തന്നെ ഇന്ന് എല്ലാവരും കുടിക്കൂ. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഞാൻ. അമ്മ ആരോടോ എന്നതുപോലെ പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് സഹിക്കാൻ വയ്യാത്ത പോലെ സങ്കടം വന്ന് നെഞ്ചിൽ തട്ടി. കണ്ണ് നിറഞ്ഞു. മുറിയിൽ പോയിരുന്നപ്പോഴും ഞാൻ കരയുക തന്നെയായിരുന്നു. മനഃപൂർവ്വം അല്ലല്ലോ, അറിയാതെ പറ്റിയതല്ലേ. എന്നിട്ടും എന്തിനാണമ്മ അങ്ങനെ കാണിച്ചത്? ഞാൻ എന്തോ അറിഞ്ഞുകൊണ്ട് ചെയ്ത പോലെ. അപ്പം എന്നോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആകും അല്ലേ? ഓരോന്നോർക്കും തോറും പിന്നെയും കരച്ചിൽ വന്നെനിക്ക്. അല്ലെങ്കിലും ഓവർ തിങ്കിങ് എൻ്റെ ഒരു ഏറ്റവും വലിയ കുഴപ്പമാണ്. കാര്യം എത്ര ചെറുതായാലും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന വലിയ സംഭവമാക്കിയിരുന്ന് കരയുന്ന പരിപാടി എനിക്ക് പണ്ടേ ഉള്ളതാ. എത്ര മാറ്റാൻ നോക്കിയിട്ടും പറ്റാത്തൊരു സ്വഭാവം. ശരിക്കും വൃത്തികെട്ട സ്വഭാവം. അല്ലെങ്കിൽ പിന്നെ ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, അപ്പം പിന്നെ എന്തു പറഞ്ഞാലും എനിക്കെന്താ എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹരിയേട്ടൻ വന്നപ്പോൾ 1:45 ഞാൻ അന്നേരം മുറിയിലായിരുന്നു. എന്തു പറ്റി ദേവു? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? വയ്യേ നിനക്ക്? എൻ്റെ കൺപോളകളൊക്കെ കരഞ്ഞു തടിച്ചിരുന്നു. ഹരിയേട്ടനല്ല ആർക്കായാലും എന്നെ കണ്ടാൽ വയ്യെന്നേ തോന്നുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വിശ്വാസമാകാത്തതുപോലെ ആള് പിന്നെയും എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വിളിച്ചു. നിനക്കിനിയും പോകാനുള്ളതല്ലേ ഹരി? സദ്യ വന്ന് കഴിക്ക്. ഹരിയേട്ടൻ എന്നെ ഒന്നുകൂടി സംശയത്തിൽ നോക്കിയിട്ട് കയ്യും മുഖവും കഴുകി ഡൈനിങ് റൂമിലേക്ക് പോയി. പിറകെ ഞാനും ചെന്നു. ഡൈനിങ് ടേബിളിൽ ഇലയിട്ടിട്ടുണ്ട്. ഒരു കസേരയിൽ അച്ഛനും ഇരിപ്പുണ്ട്. കറിയൊക്കെ വിളമ്പിയിട്ട് മോളും കൂടി ഇരിക്കെ. എന്നെ കണ്ടപാടെ അമ്മ പറഞ്ഞു. മുൻപത്തെ പോലെ അവിടെ പ്രശ്നമൊന്നും കണ്ടില്ല. ഞാൻ കറിയൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ അമ്മ ചോറും എടുത്തു വന്നു. മകന് ചോറ് കൊടുക്കുന്നത് അമ്മയുടെ ഡ്യൂട്ടി ആണല്ലോ. ഞാൻ ഒന്നും മിണ്ടാതെ കൈ കഴുകി വന്നിരുന്നു. അമ്മ തന്നെ ഞങ്ങൾ 3 ആൾക്കും ചോറ് വിളമ്പി. ആദ്യം പരിപ്പും സാമ്പാറും ഉള്ള ചോറ് കഴിച്ചു കഴിഞ്ഞത് ഹരിയേട്ടനാണ്. പിറകെ അച്ഛനും. ഞാൻ അന്നേരം സാമ്പാർ ഒഴിച്ചതേയുള്ളൂ. അമ്മ നേരത്തെ പല്ലി വീണ അതേ പായസം എടുത്തു വന്ന് അവർക്ക് 2 ആൾക്കും വിളമ്പി കൊടുത്തു. എനിക്കത് കണ്ടപ്പോഴേ ഛർദ്ദിക്കാൻ വന്നു. ഞാൻ എങ്ങനെ ഹരിയേട്ടനോട് പറയും പല്ലി വീണ പായസമാണെന്ന്? എനിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ചോറ് തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അല്ലമ്മ, ഇതെന്താ പതിവില്ലാത്തൊരു പായസം? ഹരിയേട്ടൻ പായസം ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യം. അത്ര നന്നായിട്ടില്ല. എന്തോ ഒരു കുഴപ്പം. ഇതെന്തു പായസമാ? പായസം ഇഷ്ടമാകാത്തതുപോലെ മുഖം ചുളിക്കുന്നുണ്ട്. ഞാൻ അമ്മയെ നോക്കി. ഇതിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതെന്നും അമ്മ ഇതിൻ്റെ എക്സ്പേർട്ട് ആണെന്നുമൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്. എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞല്ലോ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന്. അമ്മയ്ക്ക് കുറ്റം പറഞ്ഞത് പിടിച്ചിട്ടില്ല. അല്ല, ഇതെന്ത് പായസമാ? പഴം. നീ ഇതെന്താ ആദ്യമായിട്ടാണോ കുടിക്കുന്നേ? ഞാനിത് എത്ര വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കൊള്ളാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അമ്മ എന്നെ നോക്കാതെ ഹരിയേട്ടനോട് ചോദിക്കുന്നു. ചോദ്യത്തിലൊക്കെ ഇത്തിരി ദേഷ്യം ഇല്ലാതില്ല. ഹരിയേട്ടനാണേൽ ഇതൊക്കെ എപ്പോൾ എന്ന ഭാവത്തിൽ ഇരിപ്പുണ്ട്. ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കാതെ കഴിച്ചെണ്ണീക്ക്. നിനക്ക് പോകാനുള്ളതല്ലേ? അമ്മ അങ്ങനെ പറഞ്ഞതും ഹരിയേട്ടനും അതേക്കുറിച്ചൊന്നും പിന്നീട് ചോദിക്കാതെ പെട്ടെന്ന് കഴിച്ചെണ്ണീറ്റു. എനിക്കാണേ ഹരിയേട്ടൻ ആ പായസം കൊള്ളില്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ ആളത് കഴിക്കാതെ കളഞ്ഞിരുന്നെങ്കിൽ എന്നായിരുന്നു. പക്ഷെ ഹരിയേട്ടൻ അത് മുഴുവൻ കഴിച്ചു. അല്ലെങ്കിലും വിളമ്പുന്ന ആഹാരം പാഴാക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിന് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാലും മുഴുവൻ കഴിക്കും ഹരിയേട്ടൻ. മക്കളും കഴിക്ക്, നല്ല പായസമാണ്, മുഴുവൻ കഴിക്കണം. അമ്മ എൻ്റെ ഇലയിലേക്കും പായസം പകർന്നു. എനിക്കാണേൽ ഇലയിലൊഴിച്ച പായസം കണ്ടപ്പോഴേ ഓക്കാനം വന്നു. എനിക്ക് വേണ്ടമ്മ, വയറ് നിറഞ്ഞു. ഞാൻ പറഞ്ഞൊഴിയാൻ നോക്കി.
അങ്ങനെ പറയാൻ പറ്റില്ല. സദ്യയായാൽ പായസം കഴിക്കണമെന്നാ. ഇല്ലേ വയറ് കരയും. ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. പിന്നെ ഹരിയേട്ടനെ. കഴിക്കടോ. ഹരിയേട്ടനും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ആകെ കുഴപ്പത്തിലായി. എന്തു ചെയ്യും? കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യ. കഴിക്കും മോളെ. അമ്മ എൻ്റെ അടുത്ത് വന്ന് കസേര നീക്കിയിട്ടിരുന്നു. ഇനിയും ഞാനത് കഴിച്ചില്ലേൽ അമ്മ അത് വായിൽ വച്ച് തന്നാലുമായി. വിഷം തിന്നും പോലെ ഒരു കൈ പായസം ഞാൻ വായിലേക്ക് വെച്ചു. അടുത്ത തവണ കയ്യിലെടുത്തതും അതിൽ ദേ കിടക്കുന്നു ഒരു വറുത്ത കശുവണ്ടി പരിപ്പ്. എനിക്കത് കണ്ടപ്പോൾ ആ പായസത്തിൽ വീണ് നീന്തിക്കളിച്ച പല്ലിയാണെന്നാ തോന്നിയത്. ഞാൻ കയ്യിൽ പായസത്തോടെ പുറത്തേക്കോടി. അന്ന് വൊമിറ്റ് ചെയ്ത അതേ വാഴയുടെ ചുവട്ടിലേക്ക് തന്നെ പിന്നെയും വൊമിറ്റ് ചെയ്തു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുടലുണങ്ങിയ കഥ ഇന്ന് പറയുന്നത് കേട്ടില്ല. ഇതിന് വയറ്റിലുണ്ടോ? വല്ലതും തിന്നുമ്പോൾ ഛർദ്ദിക്കുന്നു. അച്ഛൻ്റെ ആത്മകഥമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഉറക്കെയായിപ്പോയി. അമ്മ അച്ഛനെ ആ പറഞ്ഞതിന് വഴക്ക് പറയുന്നുണ്ട്. കൂടെ ഹരിയേട്ടനും. എന്തായാലും അച്ഛൻ കാണുന്ന പോലെ അത്ര പാവമൊന്നുമല്ലെന്ന് എനിക്കിപ്പോൾ ഏതാണ്ടൊക്കെ ബോധ്യമായി. പിന്നീട് എന്തായാലും പായസം കഴിക്കേണ്ടി വന്നില്ല. ഹരിയേട്ടൻ കഴിച്ച ഉടനെ തന്നെ തിരികെ ക്യാമ്പിലേക്ക് പോയി. സാധാരണ ഇങ്ങനെ വരാറില്ല. ഇന്ന് പിന്നെ വാലുവേഷൻ ക്യാമ്പിലെ ചീഫ് ഹരിയേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് വരാൻ പറ്റിയതാണത്രേ. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും മണി 4 ചായക്കുള്ള പാലും കൂടി തിളപ്പിച്ച് വെച്ചിട്ട് റൂമിൽ തന്നെ ചെന്നിരുന്നു. ആ പല്ലി വീണ പായസം ഒരു വായ കുടിക്കേണ്ടി വന്നത് ഓർത്തപ്പോൾ പിന്നെയും ഓക്കാനം വരുന്നുണ്ട് എനിക്ക്. അതിനേക്കാൾ അത് മുഴുവൻ ഹരിയേട്ടൻ കുടിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമവും. എനിക്കൊന്ന് സൂചിപ്പിക്കാൻ കൂടി പറ്റിയില്ലല്ലോ. അങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഹരിയേട്ടൻ വന്നു. വന്ന പാടെ റൂം ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തിരുന്ന് വന്നിരുന്നു. എന്താ ദേവു, വയ്യേ തനിക്ക്? ഒന്നുമില്ല. ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും വിശ്വാസം വരാത്ത പോലെ ആളെൻ്റെ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കി. എന്താ തൻ്റെ പ്രശ്നം? ഇത്തവണ ആള് സീരിയസ് ആണ്. നേരത്തെ വന്നപ്പോഴും മുഖം വല്ലാതിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അതാ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് സോൾവ് ചെയ്യാൻ പറ്റൂ. നോക്ക് ദേവു, നമ്മൾ ഭർത്താവും ഭാര്യയുമാണ്. സന്തോഷവും അതേപോലെ പ്രശ്നങ്ങളും പരസ്പരം ഷെയർ ചെയ്യേണ്ടവർ. അതോ തൻ്റെ പ്രശ്നം ഞാൻ അറിയണ്ട എന്നാണോ? എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തനിക്ക് ഇനിയും പറ്റുന്നില്ലേ? ആ പറഞ്ഞത് കേട്ട് എനിക്ക് വിഷമം വന്നു. അങ്ങനെയൊന്നുമില്ല ഹരിയേട്ട. എന്നാ പറ, എന്താ പ്രശ്നം? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അത് ഇന്ന് പായസം ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒരു പല്ലി വീണു. ഞാൻ ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. അത്രയുള്ളോ? അത് അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ലടോ. അമ്മയ്ക്ക് ദേഷ്യം വന്ന അങ്ങനെ ആരോടായാലും. അത് താൻ കാര്യമാക്കണ്ട. നിന്നെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കറിയാം. ഇന്നലെ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ താൻ ഒരു പാവം കൊച്ചാണെന്ന്. ശരിയോടെ എന്നെ ചേർത്ത് പിടിച്ച് ഹരിയേട്ടൻ. അതൊക്കെ പോട്ടെ. അമ്മ എന്നിട്ട് വേറെ പായസം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. അതല്ലേ ഞാൻ നോക്കിയത്. ഇന്ന് വരെ ഉണ്ടാക്കാത്ത പഴം പായസം ഇന്നിതിപ്പോൾ എന്താ ഉണ്ടാക്കിയതെന്ന്. വേറെ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അത് പിന്നെ ഹരിയേട്ട, അമ്മ വേറെ പായസം ഉണ്ടാക്കിയതല്ല. പിന്നെ? ഹരിയേട്ടൻ്റെ നെറ്റി ചുളിഞ്ഞു. ആ പായസം തന്നെ നമ്മൾ കുടിച്ചത്. എന്ന് വെച്ചാ പല്ലി വീണതോ? ഒരു നിമിഷം ഹരിയേട്ടൻ ചാടി എണ്ണീറ്റ് കണ്ണു മിഴിച്ചെന്നെ നോക്കി. ഞാൻ ദയനീയമായി ഹരിയേട്ടനെയും. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതൊരു കുടുംബകഥയാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് റൊമാൻസും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഒരു വീട്ടിൽ നടക്കുന്ന കുറേ അധികം സംഭവ വികാസങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ പലരുടെയും കഥയാണിതെന്ന് നമുക്ക് തന്നെ തോന്നും.